ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു വയലിൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് വയലിനൊക്കെ പഠിച്ച് തുടങ്ങി നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ, ആ ഒരു പ്രാക്ടീസ് സെക്ഷൻ. ആ പ്രാക്ടീസ് സെക്ഷൻ കറക്റ്റാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇതൊന്ന് മാറ്റിയിട്ടേക്കണം കേട്ടോ. കാരണം മിക്കവരും ഇൻസ്റ്റിറ്റ്യൂട്ട് സാറുമാർ കറക്റ്റായിട്ട് പറഞ്ഞു തരും, അത് വീട്ടിൽ വരുമ്പോൾ മാറിപ്പോകാറുണ്ടോ. അത് നിങ്ങളൊന്ന് തെറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ട് കറക്റ്റ് ചെയ്തോളൂ. വീഡിയോ ഒന്ന് സേവ് ചെയ്തോളൂ. ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റിലത്തെ ഒരു പ്രോബ്ലം വരുന്നത് നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടല്ലോ, ലെഫ്റ്റ് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. മിക്കൊരു ഹോൾഡ് ചെയ്യുന്ന ഇങ്ങനെ പിടിച്ചിട്ടാണ് വായിക്കുന്നത്. ഇതുണ്ടോ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് പൊസിഷൻ ഉണ്ട്. അതങ്ങനെയല്ല, ദേ ഇങ്ങനെ നിൽക്കണം, ഇതുപോലെ നിൽക്കണം. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ട്രിങ്ങിനെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്കെയിലൊക്കെ വായിക്കുമ്പം ഇങ്ങനെ ഇരിക്കണം. നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പം വായിക്കാൻ പറ്റില്ല, അത് ഡിഫിക്കൽട്ടായിരിക്കും. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒന്ന് ഫിംഗർ പൊസിഷൻ ചെയ്യുക, ഒരു കേർവ്ഡായിട്ട് വെക്കുക. അതുപോലെ ആം ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കണം. ഇത് കറക്റ്റായിരിക്കണം. ഇത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എത്ര വായിച്ചിട്ടും കാര്യമില്ല. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ആദ്യം ഹോൾഡ് ചെയ്യുമ്പോൾ ചെറിയൊരു വേദനയൊക്കെ, മസിൽ പെയിൻ കൂടി ഉണ്ടാവും. അത് പതിയെ മാറി വരും. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മുടെ ബോ ഹോൾഡിങ്. അതെപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നതാണ്. ബോ ഹോൾഡിങ് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യണം. കണ്ടില്ലേ, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോപ്പറായിട്ട് വായിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് പ്ലേ ചെയ്യേണ്ടത്. ഫിംഗർ ബോർഡിൻ്റെ ബ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബോ പോകുന്ന ടെൻഡൻസി ഉണ്ട് പിള്ളേർ. ഇങ്ങനെ വായിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വായിച്ച് പോകാറുണ്ട്, ശരിയല്ലേ? അത് ഒന്ന് മാറ്റിയെടുക്കണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട്, ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കി പ്രാക്ടീസ് ചെയ്യണം. സ്ട്രെയിറ്റ് ബോ വരിക. ഒരിക്കലും നമ്മൾ വായിക്കുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ ലെവലുണ്ടല്ലോ, ഇപ്പം ഡി സ്ട്രിങ് നിൽക്കുന്ന തേർഡ് സ്ട്രിങ്ങിന്, ആ സ്ട്രിങ്ങിൻ്റെ ലെവൽ ബോ പോകണം. ഒരിക്കലും താഴാൻ പാടില്ല, പൊങ്ങി പോകാൻ പാടില്ല. ആ ലെവലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുമ്പം ഈ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് പിടിക്കുമ്പോൾ നമ്മൾ മിക്കവരും ഇങ്ങനെ പിടിച്ചാണ് വായിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാണ്ട് കുറച്ച് പാടായിരിക്കും. ഇത് നമ്മൾ ഫ്രീ ആക്കി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വയലിൻ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ച് വായിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. ഇപ്പോൾ തേർഡ് പൊസിഷനൊക്കെ വരാൻ നേരത്തെ പിടിക്കും, വായിക്കാൻ പറ്റില്ല. അത് പിന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ആ പ്ലേയിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യാറുണ്ടോ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പിടിച്ച് വായിക്കരുത്, നിങ്ങൾ ഇങ്ങനെ പിടിച്ച് വായിക്കുക. ഓക്കെ, ഇതാണ്. പിന്നെ വയലിൻ്റെ ഷോൾഡർ റെസ്റ്റ് യൂസ് ചെയ്യുക. ഷോൾഡർ റെസ്റ്റ് യൂസ് ചെയ്യുമ്പം കറക്റ്റായിട്ട് നിങ്ങൾ ഷോൾഡറിൽ കറക്റ്റ് വയലിൻ വെച്ചിട്ട് ഈ ഒരു ആംഗിളിൽ തന്നെ വയലിൻ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ വീഡിയോസ് കാണാൻ വയലിൻ ക്ലാസ്സസ് ഫോർ യു എന്ന യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്.